നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹോംവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യന് ഇതൊന്നും വായിക്കാം. ഫിൽ ഇൻ ദ ഫോളോയിങ് ബ്ലാങ്ക്സ് വിത്ത് ഓഡ് ഓർ ഈവൺ. ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൺ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സം ഓഫ് ആൻ ഓഡ് നമ്പേഴ്സ് ഓഫ് ഈവൺ നമ്പേഴ്സ് ഈസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്തിനാണ് ആഡ് ചെയ്യേണ്ടത്? ഓഡ് നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സിനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ട്? ഓഡ് നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈവൺ നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. എത്ര വട്ടം? ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഈവൺ നമ്പേഴ്സ് 2 ഞാൻ എടുക്കുകയാണെങ്കിൽ 2 + 2 + 2. ഇത് ഓഡ് നമ്പർ ഓഫ് ടൈംസ് അല്ലേ? 1 2 3 ടൈംസ്. 3 എന്ന് പറയുന്നത് ഓഡാണ്. അപ്പോൾ 3 വട്ടം ഈവൺ നമ്പറിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈവൺ ആണോ ഓഡാണോ കിട്ടുക? 2 + 2 4 4 + 2 6. ഇറ്റ് വിൽ ബി ആൻ ഈവൺ നമ്പർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ആൻ ഈവൺ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കണം? ഈവൺ നമ്പേഴ്സിലായിട്ടായിരിക്കണം വേണ്ടത്. ഇപ്പോൾ ഒരു ഓഡ് നമ്പർ എടുക്കുകയാണെങ്കിൽ 3 എടുക്കാം. 3 + 3 + 3 + 3. എത്ര 3 ഉണ്ട്? അതായത് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4. 4 ഓഡ് നമ്പേഴ്സ്. 4 എന്ന് പറയുന്നത് എന്താണ്? ഈവൺ ആണ്. അപ്പോൾ 4 നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്തിരിക്കുന്നത് 4 വട്ടം എന്ന് വെച്ചാൽ ഈവൺ ടൈംസിൽ ഓഡ് നമ്പർ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എത്ര കിട്ടും? 3 + 3 6 6 + 3 9 9 + 3 12. 12 will be the answer. അപ്പോൾ 12 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഈവൺ ആണോ ഓഡാണോ? ഈവൺ ആണ് വരിക. ഓക്കെ, നൗ സം ഓഫ് ആൻ ഈവൺ നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം. എന്തിനാണ് ആഡ് ചെയ്യേണ്ടത്? ഈവൺ നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യേണ്ടത്. എത്ര ടൈംസ് ആഡ് ചെയ്യണം? ഈവൺ നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്യണം. ഈവൺ നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യേണ്ടത്. എത്ര ടൈംസ്? ഈവൺ നമ്പർ ഓഫ് ടൈംസ്. ഈവൺ നമ്പർ പ്ലസ് ഈവൺ നമ്പർ, ഇത് 2 ടൈംസ് ആയി അല്ലേ? ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 + 2. യെസ്, 2 + 2 എത്ര വരും? 4 എന്ന് കിട്ടും. 4 എന്ന് പറയുന്നത് എന്താണ്? ഈവൺ നമ്പറാണ്. നോ മാറ്റർ വാട്ട്, ഈവൺ നമ്പേഴ്സ് നമ്മൾ എത്ര തവണ ആഡ് ചെയ്താലും, അതിപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആയാലും ഈവൺ നമ്പർ ഓഫ് ടൈംസ് ആയാലും, എത്ര വട്ടം നമ്മൾ ഈവൺ നമ്പേഴ്സിനെ ആഡ് ചെയ്താലും നമുക്ക് ആൻസർ എന്ത് തന്നെയാണ് കിട്ടുക? ഈവൺ തന്നെയാണ് കിട്ടുക. സം ഓഫ് ആൻ ഓഡ് നമ്പർ ഓഫ് ഈവൺ നമ്പർ എന്ന് പറയുന്നത് ഈവൺ ആണ്. സം ഓഫ് ആൻ ഈവൺ നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നതും ഈവൺ തന്നെയാണ്. നൗ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ആൻ ഓഡ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ്. നമ്മളിവിടെ നോക്കേണ്ടത് എന്തിൻ്റെ സമ്മാണ്? ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് നോക്കേണ്ടത്. ഓഡ് നമ്പേഴ്സിൻ്റെ സം എത്ര ടൈംസ് ആണ് അതുള്ളത്? ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് ഉള്ളത്. ഞാൻ 3 എടുക്കുന്നു, 3 ഓഡ് നമ്പറാണ്. 1 എടുക്കുന്നു, 1 ഓഡ് നമ്പറാണ്. 5 എടുക്കുന്നു, ഇതും ഓഡ് നമ്പറാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണേണ്ടത്. എത്ര ടൈംസ്? ഓഡ് നമ്പർ ഓഫ് ടൈംസ്. 1 2 3. 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 3 ഓഡ് നമ്പേഴ്സ്. 3 എന്ന് പറയുന്നത് എന്താണ്? ഓഡാണോ ഈവൺ ആണോ? ഓഡ്.
So 3 plus 1, 4, 4 plus 5, 9. 9 is an odd number. ഇതാണ് ആൻസർ വരിക. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പാരിറ്റി ഓഫ് ദ സം ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 100 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 തൊട്ട് 100 വരെ നമ്മൾ ആഡ് ചെയ്താൽ, അതായത് എങ്ങനെ പറയാം, 1 + 2 + 3 + 4 അങ്ങനെ പോയിട്ട് 100 വരെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കോ ഇവൺ ആയിരിക്കോ എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാരിറ്റി എന്ന് പറഞ്ഞാൽ ഓഡ് അല്ലെങ്കിൽ ഇവൺ ആവാം. അപ്പോൾ സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആഡ് ചെയ്യുക എവിടെ നിന്ന് തൊട്ട് 1 to 100 വരെ. അപ്പോൾ 1 to 100 വരെ നമ്മൾ ആഡ് ചെയ്താൽ ഏത് നമ്പർ കിട്ടും, ഓഡ് കിട്ടുമോ അല്ലെങ്കിൽ ഇവൺ കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കിട്ടാനായിട്ട് നമ്മൾ 1 തൊട്ട് 100 വരെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും നമ്പേഴ്സില്ലേ, അതൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഒന്ന് ചെറുതായി നോക്കുക. ഇവിടെ 1 തൊട്ട് 100 വരെ നമ്പേഴ്സ് ഉണ്ട്. ഇനി ഞാൻ 1 തൊട്ട് 10 വരെ നമ്പേഴ്സ് എഴുതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9 and finally 10. ഈ 10 നമ്പേഴ്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? കൗണ്ട് ചെയ്യാം. 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അടുത്തത് 3, 5, 7, 9. അപ്പോൾ മൊത്തം എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അതായത് കൃത്യം 10ൻ്റെ പകുതിയല്ലേ 5 എന്ന് പറയുന്നത്? യെസ്. അപ്പോൾ 1 തൊട്ട് 100 വരെ എടുത്തു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് സംഭവിക്കുക? ആ 100ൻ്റെ പകുതി ആയിരിക്കും, അത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും 1 തൊട്ട് 100 വരെ. ഓക്കെ, 1 തൊട്ട് അപ്പോൾ 100 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 100ൻ്റെ പകുതി. 100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50. ഓക്കെ, 100ൻ്റെ പകുതി 50. ഇപ്പോൾ 50 ഓഡ് നമ്പേഴ്സാണ് എവിടെ ഉണ്ടാവുക? ഈ ഒരു 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സിൽ ഉണ്ടാവുക. ഇനി 50 ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു നോക്കി. ഓഡ് നമ്പേഴ്സ് 50 ടൈംസ് നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡ് നമ്പറിനെ ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? ഓഡ് നമ്പറിനെ ഇപ്പോൾ 2 വട്ടം ആഡ് ചെയ്താൽ, 2 വട്ടം എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് ഈവൺ ആണ്. ഓഡ് നമ്പറിനെ 2 വട്ടം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഈവൺ ആണ് കിട്ടുക അല്ലേ? എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 3 + 3 6 എന്ന് കിട്ടും. അപ്പോൾ ഈവൺ നമ്പറാണ് കിട്ടുക. അപ്പോൾ 50 എന്ന് പറയുന്നതും എന്ത് നമ്പറാണ്? ഈവൺ നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പറിനെ ഈവൺ നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക? നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈവൺ നമ്പർ തന്നെയായിരിക്കും. ഓഡ് നമ്പറിനെ 50 ടൈംസ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈവൺ നമ്പർ കിട്ടും. ഇനി 50 ഈവൺ നമ്പേഴ്സ് ഉണ്ട്, 50 ഓഡ് നമ്പേഴ്സ് ഉണ്ട് ഇല്ലേ? 1 തൊട്ട് 100 വരെ 50 ഓഡ് നമ്പേഴ്സ് ഉണ്ട്, 50 ഈവൺ നമ്പേഴ്സും ഉണ്ട്. 50 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈവൺ നമ്പറാണ് കിട്ടുക. പ്ലസ് 50 ഈവൺ നമ്പേഴ്സ് എനിക്ക് ആഡ് ചെയ്താലോ? ഞാൻ നേരത്തെ പറഞ്ഞു ഈവൺ നമ്പേഴ്സ് എത്ര വട്ടം ആഡ് ചെയ്താലും എനിക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഈവൺ തന്നെയാണ് കിട്ടുക. അപ്പോൾ 50 വട്ടം ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത ഈവൺ കിട്ടി, 50 വട്ടം ഈവൺ നമ്പേഴ്സ് ആഡ് ചെയ്ത ഈവൺ കിട്ടി. അവസാനം ഈവണും തമ്മിൽ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? എനിക്ക് ഈവൺ നമ്പർ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇത് കുറച്ചും കൂടി നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച ലോജിക്ക് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, 1 തൊട്ട് 100 വരെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഫൈൻ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
സോ ഹിയർ ഈസ് ദ 8th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യും. ജസ്റ്റ് റീഡ്. ഐ തിങ്ക് യു റീഡ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായോ പറഞ്ഞത്? യെസ്. ഫസ്റ്റ് നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ തന്നത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? അങ്കാൻ എന്ന് പറയുന്ന ഒരു കുട്ടി 4, 5, 6, 7, 8. ഓക്കെ, ഇനി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ. അങ്കാൻ വാണ്ട്സ് ടു ക്ലൈംബ് an 8-step staircase. അങ്കാൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്ത് ചെയ്യണം? 8 സ്റ്റെപ്പുള്ള ഒരു സ്റ്റെയർ കേസ് കയറണം. അപ്പോൾ അവൻ്റെ ഒരു കളിത്തമാശയായിട്ടുള്ള ഒരു റൂളാണെന്ത്? അവനൊന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് മാത്രമാണ് ഒരേ സമയം കയറാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ഹിസ് പാത്ത് ഈസ് 1. ആദ്യം ഒരു സ്റ്റെപ്പ് കയറി, പിന്നെയോ 2 സ്റ്റെപ്പ് കയറി, പിന്നെയോ 2 സ്റ്റെപ്പ് കയറി, പിന്നെ 1 സ്റ്റെപ്പ് കയറി, പിന്നെ 2 സ്റ്റെപ്പ് കയറി. അങ്ങനെ 8ാമത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തി. അപ്പം ഇതാണ് അവൻ്റെ റൂള്. അപ്പം ഇതൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. അപ്പം അങ്ങനെ എത്ര വേസ് ഉണ്ട്, എത്ര രീതിയിൽ അവന് മുകളിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ചോദ്യം. എത്ര വഴി കൂടെ, ഏതെല്ലാം വഴിയുണ്ട് 8ാമത്തെ സ്റ്റെപ്പിൽ ഈ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഒരേ സമയം വെച്ച് കയറുകയാണെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ലൈറ്റാക്കാം. ആദ്യം ഒരു സ്റ്റെപ്പ് കയറാൻ എത്ര വഴിയുണ്ട്? ഒരു സ്റ്റെപ്പ് അവന് കയറണമെങ്കിൽ അവന് എത്ര വഴിയുണ്ട്? ഒരു സ്റ്റെപ്പ് കയറാൻ അവൻ്റെ റൂള് പ്രകാരം അവൻ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് മാത്രമാണ് ഒരേ സമയം കയറാൻ പറ്റുക. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറാൻ അവന് ഒരു വഴിയേ ഉള്ളൂ, അല്ലേ? ഇനി 2 സ്റ്റെപ്പ് കയറാനോ? 2 സ്റ്റെപ്പ് കയറാൻ എത്ര വഴിയുണ്ട് അവന്? 2 സ്റ്റെപ്പ് കയറാൻ എത്ര വഴിയുണ്ട്? 2ാമത്തെ സ്റ്റെപ്പിലേക്കാണ് എത്തണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാം? അവനൊന്നെങ്കിൽ 1 സ്റ്റെപ്പ് വെച്ച് കയറാം, പിന്നെയും 1 സ്റ്റെപ്പ് വെച്ച് കയറാം, അല്ലേ? അപ്പോൾ 1+1 എന്നുള്ളൊരു രീതിയിൽ ഇതൊരു വഴി. ഇനി അവന് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ് ചാടിക്കൂടെ? കാരണം അവൻ്റെ റൂള് പ്രകാരം അവന് 2 സ്റ്റെപ്സ് ഒരുമിച്ച് കയറാം, അല്ലേ? അപ്പോൾ 2 സ്റ്റെപ്സ് അവന് ഒരുമിച്ച് കയറാം. അപ്പം അതും ഒരു റൂളാണ്. അപ്പോൾ 2 വഴിയുണ്ട് അവന് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട്. ഇനി അവന് 3 സ്റ്റെപ്പ് കയറണമെങ്കിലോ എത്ര രീതിയുണ്ട്? ഒന്നുകിൽ 1, 1, 1 ആ ഒരു രീതിയിൽ കയറാം, അല്ലേ? 1 സ്റ്റെപ്പ് വെച്ച് അവന് കയറാം. അല്ലെങ്കിലോ എന്ത് ചെയ്യാം? അവന് 2 സ്റ്റെപ്പ് ആദ്യം കയറാം, എന്നിട്ട് 1 സ്റ്റെപ്പ് കയറാം. അങ്ങനെ ചെയ്തൂടെ? 2 സ്റ്റെപ്പ് ആദ്യം കയറാം, എന്നിട്ട് 1 സ്റ്റെപ്പ് കയറാം. അല്ലെങ്കിലോ ആദ്യം 1 സ്റ്റെപ്പ് കയറാം, പിന്നെയോ 2 സ്റ്റെപ്പ് കയറാം. അപ്പം എത്ര മൊത്തം വഴിയുണ്ട്? 3 രീതിയിൽ അവന് 3ാമത്തെ സ്റ്റെപ്പിലോട്ട് എത്താം. ഇനി 4ാമത്തെ സ്റ്റെപ്പും കൂടി ഒന്ന് ഞാൻ നോക്കാം. 4ാമത്തെ സ്റ്റെപ്പിലേക്ക് അവനെത്തണമെങ്കിലോ എത്ര രീതിയിൽ അവനെത്താം? ആദ്യം അവന് ഓരോ സ്റ്റെപ്പ് വെച്ചായിട്ട് കയറാം, അല്ലേ? 1 സ്റ്റെപ്പ് അങ്ങനെ ഓരോ സ്റ്റെപ്പ് വീതം വെച്ചിട്ട് അവന് കയറാം. വേറെ ഏതാ വഴി?
രണ്ട് സ്റ്റെപ്പ് കയറാം, പിന്നെ രണ്ട് സ്റ്റെപ്പ് കയറാം അല്ലേ? പിന്നെന്ത് ചെയ്യാം? ഒരു സ്റ്റെപ്പ് കയറാം, ഒരു സ്റ്റെപ്പ് കയറാം, പിന്നെ രണ്ട് സ്റ്റെപ്പ് കയറാം. പിന്നെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് കയറാം, പിന്നെ ഒരു സ്റ്റെപ്പ് കയറാം, പിന്നെ ഒരു സ്റ്റെപ്പ് കയറാം അല്ലേ? പിന്നെ ഏതെങ്കിലും വഴി? ഒരു സ്റ്റെപ്പ് കയറാം, രണ്ട് സ്റ്റെപ്പ് കയറാം, പിന്നെ ഒരു സ്റ്റെപ്പ് കയറാം. അപ്പം മൊത്തം എത്ര വഴിയുണ്ട്? നാലാമത്തെ സ്റ്റെപ്പ് കയറാൻ 5 വഴിയുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കയറാൻ എത്ര വഴി ഉണ്ടായിരുന്നുള്ളൂ? ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറാൻ 2 വഴി, മൂന്നാമത്തെ സ്റ്റെപ്പ് കയറാൻ 3 വഴി, നാലാമത്തെ സ്റ്റെപ്പ് കയറാൻ 5 വഴി. 4 വഴിയല്ല, 5 വഴി. അപ്പോൾ ആറാമത്തെ സ്റ്റെപ്പ് കയറണമെങ്കിൽ അവന് എത്ര വഴി ഉണ്ടാവും? ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ ഈ 1ഉം 2ഉം ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? നെക്സ്റ്റ് നമ്പർ കിട്ടിയത് അല്ലേ? അതേപോലെ 2ഉം 3ഉം ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? നെക്സ്റ്റ് നമ്പർ 5 എന്ന് കിട്ടിയത്. അപ്പോൾ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ, ആറാമത്തെ സ്റ്റെപ്പ് കയറണമെങ്കിൽ അവന് എത്ര വഴി ഉണ്ടാവും? 3ഉം 5ഉം കൂട്ടിയാൽ മതി. 3ഉം 5ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 8 വഴി കിട്ടും. ഓക്കെ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 8ാമത്തെ സ്റ്റെപ്പിലോട്ട് എത്ര വഴിയുണ്ടെന്നാണ്. 8ാമത്തെ സ്റ്റെപ്പായോ ഇത്? എത്രാമത്തെ സ്റ്റെപ്പേ ആയിട്ടുള്ളൂ? ഇത് ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇത് നാലാമത്തെ സ്റ്റെപ്പ്, ഇത് 5ാമത്തെ സ്റ്റെപ്പായിട്ടുള്ളൂ. ഇനി 6, 7, 8. അപ്പം അതൊന്ന് ഫില്ല് ചെയ്യാം. 8 + 5 എത്ര വരും? 10. 5 + 5 10. 10 + 3 13 വഴി. അപ്പം ആറാമത്തെ സ്റ്റെപ്പിലോട്ട് എത്താൻ 13 വഴികളുണ്ട്. ഇനി 13 + 8 എത്ര വരും? 21. കറക്റ്റാണോന്നൊന്ന് ചെക്ക് ചെയ്യാം. 21 + 13 എത്ര വരും? 34. അപ്പോൾ 34 വേസ് ഉണ്ട് അവന് 8ാമത്തെ സ്റ്റെപ്പിലോട്ട് എത്തിച്ചേരാൻ. അപ്പം ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ഹി റീച്ച് ദ ടോപ്പ്? 34 വേസ്. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ. ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മുമ്പത്തെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ആ ഒരു സീക്വൻസിനെ വിളിക്കുന്നതാണ് വിരഹാംഗ സീക്വൻസ്, ഫിബനോച്ചി സീക്വൻസ് എന്ന് മുമ്പ് പറഞ്ഞിരുന്നത്. ഓക്കെ. വിരഹംഗ ഫിബനോച്ചി സീക്വൻസ് എന്ന് ഇതിനെ പറയും. ഓക്കെ. അപ്പോൾ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ അതേപോലത്തെ ഒരു സീക്വൻസിൻ്റെയാണ്. വിരഹംഗ സീക്വൻസ് ഞാൻ പറഞ്ഞിരുന്നു. വിരഹംഗ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1ഉം 2ഉം തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്പർ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മുമ്പത്തെ 2 നമ്പർ കൂട്ടുക, അത് 3 എന്ന് കിട്ടും. പിന്നത്തെ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ 3, 2 കൂട്ടുക, 5 എന്ന് കിട്ടും. പിന്നെ അടുത്ത നമ്പർ 5 + 3 8. ഇതാണ് വിരഹംഗ സീക്വൻസ്. അപ്പോൾ വിരഹംഗ സീക്വൻസിൽ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 987, 1597. ഓക്കെ. യെസ്, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചെന്ന് വിചാരിക്കണം. വിരഹംഗ സീക്വൻസിലത്തെ അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സാണ് 987, 1597. വാട്ട് വി നീഡ് ടു ഫൈൻഡ്? എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ആർ നെക്സ്റ്റ് 2 നമ്പേഴ്സ്? ഇസ്ന്റ് ഇറ്റ്? അടുത്ത 2 നമ്പേഴ്സ്, ഈ സീക്വൻസിലത്തെ അടുത്ത 2 നമ്പേഴ്സ് ഏതായിരിക്കും? മാത്രമല്ല പിന്നിലുള്ള 2 നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? അപ്പം അടുത്ത 2 നമ്പേഴ്സ് ഏതാണെന്ന് നോക്കാം. അടുത്ത 2 നമ്പേഴ്സ്, യെസ്, ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി?
ഇത് രണ്ടും ആഡ് ചെയ്താൽ എനിക്കെന്ത് കിട്ടും? ഈ ടേം കിട്ടും. ഇനി ഇത് രണ്ടും ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അടുത്ത ടേം കിട്ടും. അപ്പം ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 1597 987 ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടിയായിരുന്നു ആൻസർ. 7 + 7 14, 10 18, 2584 വരും ഇവൻ. നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കൂ. നെക്സ്റ്റ് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2584 1597 ആഡ് ചെയ്യാം. 2584 + 1597 എത്ര ആൻസർ കിട്ടും? 4181. ഓക്കെ, 4181 എന്നാണ്. ഇപ്പോൾ 2584 4181 ഇതാണ് നെക്സ്റ്റ് 2 ടേംസ് കിട്ടുക. ഇനി പ്രീവിയസ് നമ്പറും കണ്ടുപിടിക്കണം. പ്രീവിയസ് 2 നമ്പേഴ്സ് ഏതാണെന്നും കണ്ടുപിടിക്കണം. അത് കുറച്ച് പാടാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? മുമ്പത്തെ നമ്പർ അല്ല, അടുത്ത നമ്പേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ പിന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ആഡ് ചെയ്താൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? ഈ 2 നമ്പേഴ്സില്ലേ 1597 987 അവരെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? അടുത്ത നമ്പറാണ് കിട്ടിയത്. അപ്പോൾ ഇവരെ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നിലത്തെ നമ്പർ ഏതാണെന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കൂ. മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും 0 1, പിന്നെ ഇവിടെ വരും 610 എന്ന് കിട്ടും. 610 ആയിരിക്കും ഇവിടുത്തെ മുമ്പത്തെ നമ്പർ. ഇനി അടുത്ത നമ്പർ അതിൻ്റെ പിന്നിലത്തെ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കിട്ടിയ നമ്പറും അതിന് മുമ്പത്തെ അത് കഴിഞ്ഞിട്ടുള്ള നമ്പറും തമ്മിൽ മൈനസ് ചെയ്യുക. 987 - 610 ചെയ്യുക. ഇതൊന്നും ചെയ്ത് നോക്കും, മൈനസ് ചെയ്യുമോ? ഇത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും 377. അതായിരിക്കും ഇതിന് മുമ്പത്തെ നമ്പർ. ഓക്കെ, അപ്പം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. 377 + 610 ചെയ്താൽ 987 കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എഴുതിയ സീക്വൻസ് കറക്റ്റാണ്. ഇതിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, വിരഹങ്ക സീക്വൻസ്. വിരഹങ്ക ഫിബനോച്ചി സീക്വൻസ് എന്ന് പറയാം, ഫിബനോച്ചി സീക്വൻസ് എന്ന് മാത്രം പറയാം. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. 9th ക്വസ്റ്റ്യൻ ഇതൊന്നും വായിക്കാം. സോ യെസ്, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്?
വാട്ട് ഈസ് ദ പാരിറ്റി ഓഫ് ദ 20th ടേം ഓഫ് ദ വിരഹംഗ സീക്വൻസ്? 20th ടേം വിരഹംഗ സീക്വൻസിലത്തെ 20th ടേം ഏതാണ് പാരിറ്റി വരിക എന്നാണ് ക്വസ്റ്റ്യൻ. പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് അല്ലെങ്കിൽ ഈവൻ അല്ലേ? സോ വിരഹംഗ സീക്വൻസ് ഏതാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. 1 വരും, പിന്നെ 2 വരും, പിന്നെ 3 വരും, 5, പിന്നെ 8, പിന്നെ എത്ര വരും? 8 + 5 13 വരും. 13 + 8 എത്ര വരും? 13 + 8 ഈസ് എത്രയാണ്? 21. കറക്റ്റ്. 21 + 13 എത്ര വരും? 34. 34 + 21 55. ഓക്കെ. ഇതെങ്ങനെയാണ്? ഇതിനെന്തെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടോ നോക്കാം. ഫസ്റ്റത്തെ ഇതെന്താണ്? ഓടാണ് ഈവണാണോ? ഓഡ്. സെക്കൻഡ് വൺ ഈവൺ. ഇത് ഓഡ്, ഇത് ഓഡ്, ഇത് ഈവൺ, ഇത് ഓഡ്, ഇത് ഓഡ്, ഇത് ഈവൺ, ഇത് ഓഡ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെന്തെങ്കിലും പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. എന്തെങ്കിലും പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊരു പാറ്റേൺ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കി. ഓഡ് ഈവൺ ഓഡ്, ഓഡ് ഈവൺ ഓഡ്, ഓഡ് ഈവൺ ഓഡ് അല്ലേ? ഇങ്ങനെയല്ലേ പോകുന്നത്? ഓഡ് ഈവൺ ഓഡ്, ഓഡ് ഈവൺ ഓഡ്, അങ്ങനെയല്ലേ പോകുന്നത്? യെസ്. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിപ്പോൾ എത്രയായി? 3, 6, 9 വരെയായി. ഇനി 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20ാമത്തെ ടേമല്ലേ നമ്മളോട് ചോദിച്ചത്? 20ാമത്തെ ടൈം എന്താണ്? ഈവൺ ആണ്. ഓക്കെ. സോ 20th ടേം ഓഫ് ദ വിരഹംഗ സീക്വൻസ് വിൽ ബി ഈവൺ. നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പെടും. കാരണം കുറേ കൂട്ടേണ്ടി വരും അല്ലേ? മുമ്പത്തെ 2 നമ്പേഴ്സ് കൂട്ടി 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 വലിയ നമ്പറാവും. അപ്പോൾ നമ്പറൊന്നും ചോദിച്ചില്ല, പാരിറ്റി ആണ് ചോദിച്ചത്. പാരിറ്റി നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതെന്താണ്? ഈവൺ ആണ്. ഓക്കെ. അപ്പോൾ വിരഹംഗ സീക്വൻസിലത്തെ പാരിറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം. നൗ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓക്കെ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? എക്സ്പ്രഷൻ. ഇവിടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ് എക്സ്പ്രഷൻ? 4m - 1. ഇതിലേതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ 4m - 1 എന്ന് പറയുന്ന എക്സ്പ്രഷൻ എപ്പോഴും നമുക്ക് ഓഡ് നമ്പറാണ് തരിക എന്നാണ് പറയുന്നത്. ഇപ്പോൾ 4m - 1 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഈവൺ നമ്പർ തരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറയാം അല്ലേ? അപ്പോൾ എമ്മിന് ഞാൻ എന്ത് ചെയ്യുന്നു? എമ്മിന് ഞാൻ 1 എന്ന് പറയുന്ന നമ്പർ കൊടുക്കണം. എമ്മിന് ഞാൻ 1 എന്ന് പറയുന്ന നമ്പർ കൊടുത്താൽ എങ്ങനെ വരും ഈ എക്സ്പ്രഷൻ? 4m എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 4 × m എന്നാണ്. അപ്പോൾ 4mന് പകരം എത്ര കൊടുക്കണം? 1 - 1. 4 × 1 - 1. 4 × 1 എന്താ? 4 - 1 എത്ര വരും? 3. ആഹാ, ഇവിടെ നമുക്ക് എന്ത് കിട്ടിയില്ല? നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഓഡ് നമ്പറാണ് കിട്ടിയത്. ഇനി എമ്മിന് 2 കൊടുത്താലോ? 4 × എമ്മിന് പകരം 2 വരും, -1. 4 × 2 8. 8 - 1 എത്ര വരും? 7. ഓടാണ് കിട്ടിയത്.
ആദ്യത്തെ രണ്ടെണ്ണത്തിന് കിട്ടിയെന്ന് വെച്ചിട്ട് എപ്പോഴും ഏത് നമ്പർ കൊടുത്താലും ഓഡ് തന്നെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ 1ഉം 2ഉം കൊടുത്തപ്പോൾ നമുക്ക് ഓഡ് നമ്പറാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം ഇത് ഓഡ് തന്നെയാണോ കിട്ടുകയെന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. 4 × m എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഏത് നമ്പറിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താ കിട്ടുക? ഇപ്പോൾ 4 × 5 ചെയ്താൽ എത്ര കിട്ടും? 20 എന്ന് കിട്ടും അല്ലേ? അതേപോലെ 4 × ഏത് നമ്പർ, ഇപ്പോൾ 4 × എനി നമ്പർ. 4 എന്ന് പറയുന്നത് എന്താണ്? ഈവൺ നമ്പറാണ്. ഈവൺ ഇൻറ്റു ഈവൺ ചെയ്യാം, അല്ലെങ്കിൽ ഈവൺ ഇൻറ്റു ഓഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈവൺ ഇൻറ്റു ഈവൺ ചെയ്താൽ എന്താ കിട്ടുക? ഈവൺ ആണ് കിട്ടുക. ഈവൺ ഇൻറ്റു ഓഡ് ചെയ്താലും എന്തിനാണ് കിട്ടുക? ഈവൺ തന്നെ കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഈവൺ ഇൻറ്റു ഈവൺ ചെയ്താലും ഈവൺ കിട്ടും, ഈവൺ ഇൻറ്റു ഓഡ് ചെയ്താലും ഈവൺ തന്നെ കിട്ടുക. അപ്പോൾ 4m എന്ന് പറയുന്ന നമ്പർ എപ്പോഴും എന്തായിരിക്കും? എനിക്ക് ഇവിടെ ഈവൺ ആണ് കിട്ടുക. മൈനസ് 1 എന്ന് പറയുന്നത് എന്താ? ഓഡാണ് ഈവൺ ആണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ എപ്പോഴും ഈവൺ മൈനസ് ഓഡ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഓടുന്നത് തന്നെയാണ് വരിക അല്ലേ? 3 - 1 എടുത്താൽ, അല്ല 3 അല്ല, 3 എന്ന് പറയുന്നത് ഓഡല്ലേ, 3 അല്ല. 4 - 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3. അതേപോലെ 6 - 1 എത്രയാണ്? 5. അപ്പോൾ ഈവൺ മൈനസ് ഓഡ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ തന്നെയാണ് കിട്ടുക. സോ ആദ്യത്തെ എക്സ്പ്രഷൻ എന്താണ്? എപ്പോഴും നമുക്ക് ഓഡ് നമ്പേഴ്സ് തന്നെയാണ് തരിക. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് ഒന്ന് വായിച്ച് നോക്കൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഓൾ ഈവൺ നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 6j - 4. 6j - 4, ജെക്ക് പകരം ഓക്കെ 6j - 4 ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ ജെക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. അപ്പോൾ 6 × 1 - 4 എത്ര വരും? 2 എന്ന് കിട്ടും. ഇനി 6 × 2 - 4 എത്ര വരും? ജെക്ക് ഇവിടെ ഞാൻ 2 എന്ന് കൊടുക്കുന്നു. 6 × 2 12. 12 - 4 എത്ര വരും? 12 - 4 8 എന്ന് കിട്ടും. കറക്റ്റ്. സോ ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്ത്? ഇവിടെ എല്ലാ ഈവൺ നമ്പേഴ്സും വരുന്നുണ്ടോ? ഓൾ ഈവൺ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8 അല്ലേ? ഇവിടെ 4ഉം 6ഉം കാണാനില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണെന്ന് നമുക്ക് പറഞ്ഞൂടെ? കറക്റ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കൂ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ബോത്ത് എക്സ്പ്രഷൻ 2p + 1 ആൻഡ് 2q - 1 ഡിസ്ക്രൈബ് ഓൾ ഓഡ് നമ്പേഴ്സ്. 2p + 1 എന്ന് പറയുന്നതും 2q - 1 എന്ന് പറയുന്നതും എല്ലാ ഓഡ് നമ്പേഴ്സിനെയും കാണിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, 2p + 1 ഇവിടെ pക്കും qവിനും ഞാൻ 1 കൊടുക്കാം. 2p + 1 എന്ന് പറഞ്ഞാൽ 2 × 1 + 1 എന്ത് വരും? 2 × 1 2, 2 + 1 3. അതേപോലെ 2q - 1 ക്യൂവിനും ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ 2 × 1 - 1 2 × 1 2 -1 എത്ര വരും? 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓഡ് നമ്പേഴ്സ് കിട്ടുന്നുണ്ട്. 3ഉം 1ഉം ഓഡ് നമ്പേഴ്സ് തന്നെയാണ്. പക്ഷേ ഇത് മാത്രം കിട്ടിയത്, ഇത് രണ്ടും ഓഡ് നമ്പേഴ്സ് കിട്ടിയത് കൊണ്ട് എല്ലാം ഓഡ് നമ്പേഴ്സ് എന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് നോക്കണം.
അപ്പോൾ എങ്ങനെ നോക്കാം? 2p. 2p എന്ന് പറയുന്നത് എന്താണ്? പിക്ക് പകരം ഏത് നമ്പർ കൊടുത്താൽ, അപ്പോൾ എന്തൊക്കെ 2 എന്ന് പറയുന്നത് എന്താണ്? ഇവണാണോ ഓടാണോ? ഈവൺ. ഇവൺ ഇൻറ്റു പി എന്ന് പറയുന്നത് ഓടും ആവാം അല്ലെങ്കിലോ ഇവണും ആവാം. അപ്പോൾ ഇവൺ ഇൻറ്റു ഓട് എന്ന് പറഞ്ഞാൽ ഇവണാണ് കിട്ടുക. ഇവൺ ഇൻറ്റു ഇവൺ ചെയ്താലും ഇവൺ തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 2p എന്ന് പറയുന്നത് ഇവണാണ്. യെസ്. അതിൻ്റെ കൂടെ ഒരു 1 ആണ് ആഡ് ചെയ്യുന്നത്. 1 എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു ഓഡ് നമ്പർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈവൺ ആണോ കിട്ടുക? ഓഡ് നമ്പർ ആണോ കിട്ടുക? ഈവൺ പ്ലസ് ഓഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 + 2 അതെന്ന് പറയുന്നത് 3. 3 എന്ന് പറയുന്നത് എന്താ? ഓഡാണ്. യെസ്. ഈവൺ പ്ലസ് ഓഡ് നമ്പർ ആഡ് ചെയ്താൽ ഓഡ് നമ്പറാണ് കിട്ടുക. അപ്പോൾ 2p + 1 നമുക്ക് എന്താ കിട്ടുക? എപ്പോഴും ഓഡ് നമ്പർ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി 2q - 1 നോക്കി നോക്കാം. 2q, ഇവിടെ 2 എന്ന് പറയുന്നത് ഇവൺ, q എന്ന് പറയുന്നത് ഓടും ആവാം ഇവൺ ആവാം. അപ്പോൾ ഇവൺ ഇൻറ്റു ഓടായാലും ഇവൺ ഇൻറ്റു ഇവൺ ആയാലും എന്ത് തന്നെയാണ് കിട്ടുക? ഈവൺ നമ്പർ തന്നെയാണ് കിട്ടുക. ഇനി അതിൽ നിന്ന് എന്താ ചെയ്യുന്നത്? 1 മൈനസ് ചെയ്യണം. 1 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് എന്താ? ഓടാണ്. ഈവൺ മൈനസ് ഓട് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ച് കിട്ടും? ഈവൺ മൈനസ് ഓട് തന്നെയാണ് കിട്ടുക. ഇപ്പോൾ രണ്ടും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഓഡ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഏത് ഓഡ് നമ്പർ വേണമെങ്കിലും ഇവർക്ക് കാണിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, എല്ലാ ഓഡ് നമ്പേഴ്സും ഈ 2 എക്സ്പ്രഷൻ കൊണ്ട് കാണിക്കാനായിട്ട് സാധിക്കും. നൗ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊന്ന് വായിക്കൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഏതാണ്? 2f + 3 ഗീവ്സ് ബോത്ത് ഈവൺ ആൻഡ് ഓഡ് നമ്പർ. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിക്കാം. 2 എന്ന് പറയുന്നത് ഈവൺ ആണ്. ഈവൺ ഇൻറ്റു ഈവൺ ചെയ്താലും ഈവൺ ഇൻറ്റു ഓഡ് ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുക? ഈവൺ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ 2f എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഈവൺ നമ്പറാണ് എപ്പോഴും കിട്ടുക. പ്ലസ് എന്താ ചെയ്തത്? ഒരു ഓഡ് നമ്പർ അല്ലേ? 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ. ഈവൺ പ്ലസ് ഓഡ് എപ്പോഴും നമുക്ക് എന്താ കിട്ടുക? ഇപ്പോൾ സപ്പോസ് 2 + 1 എടുത്തു. 2 + 1 3. ഇനി വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 6 + 3. 6 + 3 9. ഈവൺ പ്ലസ് ഓഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഓഡ് നമ്പറാണ് കിട്ടുള്ളൂ. പക്ഷെ അവരെന്ത് പറഞ്ഞു? ഈവൺ നമ്പർ കിട്ടുന്നും കൂടിയും പറഞ്ഞു. ഈവൺ നമ്പർ കിട്ടുമോ നമുക്ക്? ഇല്ല. ഈവണും ഓടും ആഡ് ചെയ്താൽ ഓഡ് നമ്പർ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുമാണ്, 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റുമാണ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിലത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഇതിലേക്ക് പോകാം. ക്രിപ്റ്റാറിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്പേഴ്സിന് പകരം ലെറ്റർ വെച്ച് കാണിക്കുന്ന ഒരു രീതിയാണത്. ഓക്കെ, ജസ്റ്റ് ട്രൈ ടു സോൾവ് ഇറ്റ്. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കൂ.
ഓക്കെ, ഞാൻ ചെയ്തോ? ആൻസർ കിട്ടിയോ? യെസ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഈ ഓരോ ലെറ്ററിനെയും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സെയിം ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ടോ? ടി 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 ടി. ഈ 4 ടീകളും ഇവിടെ 4 ദിക്കിലും ടി എന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ടിക്ക് ഏത് നമ്പറാണ് കൊടുക്കുന്നത് ആ നമ്പർ തന്നെയാണ് എല്ലാ ടിക്കും ഉണ്ടാവുക. കറക്റ്റ്. സോ എവറി ലെറ്റർ ടി വിൽ ബി ദ സെയിം നമ്പർ. ഇനി ഇവിടെ വേറെ ഏതെങ്കിലും നമ്പർ വേറെ ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? എ എന്ന് പറയണത് അല്ലേ? ഇതൊന്ന് ഒബ്സർവ് ചെയ്യണം. നമ്മൾ ആദ്യം ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതൊന്ന് ഒബ്സർവ് ചെയ്യും. ഓക്കെ, പേയും എയും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എനിക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് 3 ഡിജിറ്റ് നമ്പറാണ്. ഇവിടെ ആഡ് ചെയ്തത് 2 2 ഡിജിറ്റ് നമ്പറാണ്. 2 2 ഡിജിറ്റ് നമ്പർ കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3 ഡിജിറ്റ് നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ ഏറ്റവും വലിയ 2 2 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയതെന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 100ന് തൊട്ട് താഴെയുള്ള 2 നമ്പേഴ്സ് അല്ലേ? ഇപ്പോൾ 99 പ്ലസ് 98 ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? സോ 9 പ്ലസ് 8 വുഡ് ബി 17. 9 പ്ലസ് 9 18. 197 എന്ന് കിട്ടും. 197 അല്ല നമ്മുടെ ആൻസർ. ഓക്കെ, ഇപ്പോൾ 2 2 ഡിജിറ്റ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ കിട്ടും. 3 ഡിജിറ്റ് നമ്പറാണ് മാക്സിമം കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ 3 ഡിജിറ്റ് നമ്പറിൻ്റെ ഇവിടെ ഹൺഡ്രഡ്സ് പ്ലേസിൽ വരുന്ന നമ്പർ ഏതാണ്? 1 ആണ് അല്ലേ? ഇനിയിപ്പോൾ 99 പ്ലസ് 99 എടുത്ത് നോക്കാം. അത് എത്ര വരും? 18. അപ്പോഴും അവിടെ എന്താണ് വന്നത്? ഹൺഡ്രഡ്സ് ഡിജിറ്റ് 1 ആണ് വന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ നമ്പർ 10 പ്ലസ് 10 എടുത്താൽ 20 എന്നാണ് കിട്ടുക. പക്ഷേ 20 ഒരു 3 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്തപ്പോൾ ഹൺഡ്രഡ്സ് പ്ലേസ് ചെയ്ത ഏത് നമ്പറാണ് വന്നത്? 1 എന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ലെറ്റേഴ്സിൽ ഹൺഡ്രഡ്സ് പ്ലേസിലുള്ള ലെറ്റർ ഏതാണ്? ടി ആണ് അല്ലേ? ടി ആണ് ഹൺഡ്രഡ്സ് പ്ലേസിലുള്ള ലെറ്റർ. അപ്പോൾ ടിക്ക് പകരം നമുക്ക് ഏത് നമ്പർ റീപ്ലേസ് ചെയ്യാം? 1 എന്ന് പറയുന്ന നമ്പർ നമുക്ക് റീപ്ലേസ് ചെയ്യാം. കാരണം ഹൺഡ്രഡ്സ് പ്ലേസിൽ 1 വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ യു എന്നിട്ടു ടിക്ക് പകരം 1 പ്ലസ് ടിക്ക് പകരം 1 എ. ഇവിടെ എ അങ്ങനെ തന്നെ ഇട്ടു. ടിക്ക് പകരം 1, ഇവിടെയും 1. ഇനി നമുക്ക് എ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 1 പ്ലസ് എ എന്ന് പറയുമ്പോൾ എനിക്ക് 1 എന്നാണ് കിട്ടിയത്. 1 പ്ലസ് എ എത്രയാണ് കിട്ടിയത്? 1. ഒരു നമ്പറിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും എനിക്ക് അതേ നമ്പർ തന്നെ കിട്ടുക. ഇപ്പോൾ 1ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് എനിക്ക് 1 തന്നെ കിട്ടുക? എന്തായിരിക്കും സ്വാഭാവികമായിട്ടും? യെസ്, അതെന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? പേക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതിക്കൂടെ അല്ലേ? എക്ക് പകരം റീപ്ലേസ് ചെയ്ത് വയ്ക്കുന്നു 0. എ ഉള്ള ദിക്കെല്ലാം മാച്ചിട്ട് ഞാൻ 0 വയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, യു മാത്രമാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ യുവും 1ഉം ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? 10 കിട്ടണം. ഏത് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ എനിക്ക് 10 എന്ന് കിട്ടുക? ഏത് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താലാണ് 10 കിട്ടുക? യെസ്, യുക്ക് പകരം അപ്പം എന്ത് വരണം? 9ൻ്റെ കൂടെ 1 ആഡ് ചെയ്താലല്ലേ 10 കിട്ടുക. അപ്പോൾ യുവിന് പകരം എന്ത് കൊടുക്കണം? 9 എന്ന് കൊടുക്കണം. അപ്പോൾ 9 ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ 91 പ്ലസ് 10 101. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ?
അപ്പോൾ അതിലത്തെ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ബാക്കിയുള്ള 2 എണ്ണം ചെയ്യുക. ഓക്കെ, ഇത് എടുക്കാം. V5 3D, ഇവിടെ 5, ഇവിടെ D, ഇവിടെ E. ഇതും വളരെ സിമ്പിൾ തന്നെയാണ് അല്ലേ? നോക്കൂ, ഇവിടെ 5ഉം Dയും ആഡ് ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? 5 ആണ് കിട്ടിയത്. അപ്പോൾ 5ഉം ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 5 കിട്ടുക? 0. യെസ്. അപ്പോൾ ഡിക്ക് പകരം എന്ത് കൊടുക്കാം? 2 ദിക്കിലുണ്ട് D അല്ലേ? ഇവിടെ ഒരു D, ഇവിടെ ഒരു D. അപ്പോൾ ആ 2 ഡിക്ക് പകരം ഏത് നമ്പർ കൊടുക്കാം? 0 എന്ന് പറയുന്ന നമ്പർ കൊടുക്കാം. അപ്പോൾ ഇവിടെ 0, ഇവിടെ 0. ഇനി എനിക്ക് കിട്ടേണ്ടത് ബിയും ഇയും കിട്ടിയാൽ മതി. അപ്പോൾ ഏത് നമ്പർ 3ൻ്റെ കൂടെ ആഡ് ചെയ്താലാണ് എനിക്ക് 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്നത്? ആ 2 ഡിജിറ്റ് നമ്പറിൽ തന്നെ വൺസ് ഡിജിറ്റ് 0യും ആയിരിക്കണം. അപ്പോൾ 3ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലും നമുക്ക് 2 ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റ് 0യും കിട്ടുന്നത്? 3 + 6 അല്ല, 3 + 6 9 ആണ്. 3 + 7 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 + 7 എത്രയാണ്? 10 എന്ന് കിട്ടും. വൺസ് ഡിജിറ്റ് 0, 2 ഡിജിറ്റ് ഉണ്ട്, വൺസ് ഡിജിറ്റ് 0യുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബിക്ക് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വയ്ക്കാം? 7 എന്ന് വയ്ക്കാം. ഇ എന്ന് പറയുന്നത് മാച്ചിട്ട് എന്ത് വയ്ക്കാം? 1 എന്ന് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഇത് ഹോംവർക്കായിട്ട് ചെയ്യാം. ഇത് രണ്ടും ഹോംവർക്കായിട്ട് ചെയ്യും. ഓക്കെ.